അക്കുപങ്ചറിൽ വ്യാജനും ഒറിജിനലും ഉണ്ടോ എന്നൊരു ചോദ്യം ഒരാളോട് ചോദിക്കുന്നു. അപ്പൊ അദ്ദേഹം അതിന് നൽകുന്ന മറുപടി ആദ്യഘട്ടത്തിൽ ഉണ്ട് എന്നാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ അക്കുപങ്ചർ വ്യാജമാകുന്നത് അക്കുപങ്ചർ രീതിയോട് മറ്റ് ചികിത്സാ രീതികൾ സംയോജിപ്പിച്ച് ചെയ്യുമ്പോൾ ആണ്. അതായത് കൈറോപ്രാക്ടിക്, ഹിജാമ ഇതുപോലുള്ള രീതികൾ അക്കുപങ്ചറിനോട് യോജിപ്പിച്ച് ചെയ്താൽ അത് വ്യാജവും, അല്ലാതെ ചെയ്യുന്നത് ഒറിജിനൽ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഞാൻ ഈ പറയുന്ന വിദ്വാനെ നോക്കുമ്പോൾ അദ്ദേഹം അക്കുപങ്ചറിന്റെ മറവിൽ മുദ്ര കച്ചവടം ചെയ്യുന്ന ഒരു മുദ്ര വ്യാപാരി ആണ്. ഈ മുദ്രകൾക്ക് അക്കുപങ്ചറുമായിട്ട് ഒരു ബന്ധവുമില്ല. അതിനെന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ പ്രധാനമായും ഉള്ളത് യോഗയായിട്ടാണ്. അതുകൂടാതെ തന്നെ നാട്യശാസ്ത്രപരമായിട്ടും അതിന് ബന്ധം ഉണ്ട്. അതല്ലാതെ അക്കുപങ്ചർ രീതിക്ക് ഈ മുദ്രയുമായിട്ട് അങ്ങനെ ബന്ധമൊന്നും ഇല്ല. അപ്പൊ അങ്ങനെ മുദ്ര വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുദ്ര വ്യവസായി അദ്ദേഹം പറയുകയാണ്, അക്കുപങ്ചറിന്റെ കൂടെ മറ്റ് രീതികൾ കൂട്ടിച്ചേർത്താൽ അത് വ്യാജം ആകും എന്ന്. അപ്പൊ അക്കുപങ്ചർ എന്ന് പറയുന്ന ചികിത്സാ രീതിയുടെ ആധുനിക കാലഘട്ടത്തെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ ആധുനിക വൈദ്യശാസ്ത്രത്തിലും ഹോമിയോപ്പതി അടക്കമുള്ള വിവിധ മേഖലകളിലും ഉള്ള ആളുകൾ അവരുടെ ചികിത്സയുടെ കൂടെ അക്കുപങ്ചർ സംയോജിപ്പിച്ചിട്ട് അവരുടെ പ്രാക്ടീസിനെ മുന്നോട്ട് നയിക്കുകയും അതുകൊണ്ട് ധാരാളം ആളുകൾക്ക് പ്രയോജനം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് കാണാം. അപ്പോ ആധുനിക വൈദ്യശാസ്ത്രം പഠിച്ച് അതിൽ ലൈസൻസും എടുക്കുകയും അദ്ദേഹം അക്കുപങ്ചർ കൂടി പഠിക്കുകയും രണ്ടും കൂടി അദ്ദേഹം രോഗികൾക്ക് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, അതിന്റെ പ്രയോജനം ജനങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും അപാകതയില്ല. കാരണം രണ്ടിലും അദ്ദേഹം പ്രാക്ടീസ് ചെയ്യാൻ നിയമപരമായി യോഗ്യനാണെങ്കിൽ അതിൽ വ്യാജം എവിടെയാണ് ഉണ്ടാവുക? അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വാദം തള്ളിക്കളയേണ്ടതാണ്. രണ്ടാമത് അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, കേരളത്തിലെ അക്കുപങ്ചറിസ്റ്റുകളെല്ലാം സംഘടിച്ചു നിൽക്കണം, നമ്മളെ തകർക്കാൻ വേണ്ടിയിട്ട് മരുന്ന് ലോബി, മെഡിക്കൽ ലോബിയൊക്കെ വളരെ ആഞ്ഞു ശ്രമിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം എന്നതാണ്. പേടിയുള്ളവരൊക്കെ എനിക്ക് ചുറ്റും വന്നു നിൽക്കൂ എന്ന് പറയുന്നത് പോലെയാണ് ഈ കാര്യം. ഇന്ത്യയിൽ അക്കുപങ്ചർ എന്ന് പറയുന്ന ചികിത്സാ രീതിയെ ഒരു തെറാപ്പി എന്ന നിലയിൽ അംഗീകരിക്കാൻ കാരണം സെൻട്രൽ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച് എന്ന് പറയുന്ന ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ഗവേഷണ സ്ഥാപനം, കേന്ദ്ര ഗവൺമെന്റിന്റെ ഗവേഷണ സ്ഥാപനം, അതിന്റെ ഡയറക്ടർ ജനറൽ അധ്യക്ഷനായി വിവിധ മെഡിക്കൽ കൗൺസിലുകളിൽ നിന്നുള്ള അംഗങ്ങൾ ഉൾപ്പെട്ട ഒരു സമിതി, ആ സമിതിയുടെ പഠനവും അതിനെ തുടർന്ന് അവർ ശുപാർശ ചെയ്തതിന്റെയും വെളിച്ചത്തിലാണ് അക്കുപങ്ചറിനെ ഇന്ത്യയിൽ ഒരു തെറാപ്പി എന്ന നിലയിൽ അംഗീകരിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഈ തെറാപ്പി രീതി അഥവാ ഈ അക്കുപങ്ചർ എന്ന് പറയുന്ന ചികിത്സ ഇവിടെ വേണ്ട, ഇത് കൊള്ളുകയില്ല എന്നാണ് ആ സമിതിക്ക് താല്പര്യമെങ്കിൽ, അഥവാ ആധുനിക വൈദ്യശാസ്ത്രം അടക്കമുള്ള ഇതര മേഖലകളിലുള്ള ആളുകൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അവർ ശുപാർശ ചെയ്താൽ മതി. ഇത് കൊള്ളുകയില്ല എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഇതിനെ ഇവിടെ അംഗീകരിക്കുക ഉണ്ടാവില്ലായിരുന്നു. അതല്ല ഉണ്ടായത്. അപ്പോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അക്കുപങ്ചർ ചികിത്സയുടെ വികാസത്തിൽ ഇതര മെഡിക്കൽ സിസ്റ്റത്തിലുള്ള ആളുകളുടെ സേവനവും അവരുടെ പ്രവർത്തനവും അവരുടെ ആത്മാർത്ഥമായ പരിശ്രമവും ഒക്കെ ഉണ്ട്. അപ്പൊ അതൊരു വശത്ത് ഇരിക്കെ തന്നെ ഒരു വ്യക്തി രണ്ട് മേഖലകളിൽ കഴിവുള്ള ഒരു വ്യക്തി
ആ അദ്ദേഹത്തിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട്, അവകാശം ഉപയോഗിച്ചുകൊണ്ട്, അറിവ് ഉപയോഗിച്ചുകൊണ്ട് രണ്ടിനെ സംയോജിപ്പിക്കുന്നു. അതിലെന്തെങ്കിലും തെറ്റുണ്ടോ? എന്നാൽ അദ്ദേഹം മറച്ചുവെക്കുന്ന ഒരു കാര്യം, രണ്ടു തരം അക്കുപങ്ചർ കേരളത്തിൽ ഉണ്ട് എന്നതാണ്. അതായത് വ്യാജ അക്കുപങ്ചറും ഒറിജിനൽ അക്കുപങ്ചർ കേരളത്തിലുണ്ട്. അതിനെക്കുറിച്ച് അദ്ദേഹം ഒരക്ഷരം മിണ്ടുന്നില്ല എന്നൊരു വസ്തുത ഉണ്ട്. വ്യാജ അക്കുപങ്ചർ എന്ന് പറയുന്നത് 1986 ശേഷം ഫസലുർ റഹ്മാൻ എന്നു പേരുള്ള ഒരു വ്യക്തി സ്വന്തമായി തമിഴ്നാട്ടിൽ വെച്ച് നിർമ്മിച്ച് തമിഴ്നാട്ടിൽ പ്രചരിപ്പിക്കുകയും പിന്നീട് മലപ്പുറം വഴി കേരളത്തിന്റെ വിവിധ മേഖലകളിൽ എത്തിപ്പെടുകയും മത്സ്യവില്പനക്കാരനും സ്കൂൾ ടീച്ചർമാരും തോട്ടം പണിക്കാരും അങ്ങനെയുള്ള ആളുകളൊക്കെ ചെന്ന് ചാടി, വീട്ടമ്മമാരും ഒക്കെ ചെന്ന് 3 മാസവും 2 മാസവും അല്ലെങ്കിൽ എത്രയോ കാലവും ഒക്കെ പരിശീലനം നടത്തി പ്രസവമെടുക്കലും അതുവരെ കഴിച്ചുകൊണ്ടിരുന്ന മരുന്നുകളുടെ പെട്ടെന്ന് നിർത്തലും വാക്സിനേഷനെ എതിർക്കലും ഒക്കെ കോലാഹലമുണ്ടാക്കി ക്യാൻസർ രോഗികൾക്ക് ഈത്തപ്പഴം കൊടുത്തു ഒക്കെ ചികിത്സിച്ച് ആളുകളെ നിരന്തരം കൊലപ്പെടുത്തുകയും കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ അക്കുപങ്ചർ എന്ന് പറയുന്ന ചികിത്സാ രീതിയെക്കുറിച്ച് അങ്ങേയറ്റം അപമതിപ്പ് ഉണ്ടാക്കുകയും ചെയ്ത ഒരു തരികിട ചികിത്സ. ആ തരികിട ചികിത്സ ആണ് വ്യാജ ചികിത്സ. കാരണം ആ ചികിത്സയ്ക്ക് ഇവിടെ ഗവൺമെന്റ് അംഗീകാരം നൽകിയിട്ടില്ല. കാരണം നേരത്തെ പറഞ്ഞ സെൻട്രൽ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ചിന്റെ നേതൃത്വത്തിൽ ഗവൺമെന്റിന് റിപ്പോർട്ട് നൽകുകയും ആ റിപ്പോർട്ട് അംഗീകരിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഇവിടെ അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ള അക്കുപങ്ചർ എന്ന് പറയുന്നത് ഈ ഇന്ത്യൻ അക്കുപങ്ചർ ഹീലിംഗ്, ടച്ച് ഹീലിംഗ്, അതുപോലെ തന്നെ സിംഗിൾ നീഡിൽ അക്കുപങ്ചർ, ക്ലാസിക്കൽ അക്കുപങ്ചർ. എങ്ങനെ പോക്കറ്റ് അടിക്കാർ പോലീസ് പഠിക്കുമ്പോൾ പല പേരുകൾ മാറ്റി മാറ്റി പറയുന്നത് പോലെ പല പേരിൽ അറിയപ്പെടുന്ന തരികിട ചികിത്സ, അതാണ് വ്യാജ അക്കുപങ്ചർ. ഒറിജിനൽ അക്കുപങ്ചർ എന്ന് പറയുന്നത് അഥവാ നിയമപരമായിട്ടുള്ള അക്കുപങ്ചർ എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള അക്കുപങ്ചർ തെറാപ്പി ആണ്. അപ്പോ അയാൾ പറയുന്ന വേറൊരു മണ്ടത്തരം എന്ന് പറയുന്നത് സിംഗിൾ നീഡിൽ, മൾട്ടി നീഡിൽ എന്ന് 2 സിസ്റ്റമാക്കി തിരിക്കുന്ന ഒരു സമ്പ്രദായം ഈ നേരത്തെ പറഞ്ഞ തമിഴ്നാടൻ തരികിടക്കാർക്ക് ഇടയിലുണ്ട്. ഈ തമിഴ്നാടൻ തരികിട ചികിത്സ ചെയ്യുന്ന ആളുകൾ പറയുന്നത് ഞങ്ങളുടേത് സിംഗിൾ നീഡിൽ അക്കുപങ്ചർ ആണ്, മറ്റേത് മൾട്ടി നീഡിൽ അക്കുപങ്ചർ ആണ് എന്നൊരു സൂചന. അതായത് സിംഗിൾ നീഡിൽ അക്കുപങ്ചർ എന്ന് പറയുന്നത് അക്കുപങ്ചറിന്റെ ഏറ്റവും ഭയങ്കരമായ അറിവ് നേടിയിരിക്കുന്ന ആളുകൾ അവർ ചെയ്യുന്നതാണ്. മറ്റുള്ളവർ ഒന്നിലധികം സൂചികൾ ഉപയോഗിക്കുന്നുണ്ട്, അതുകൊണ്ട് അവർക്ക് അതിൽ വൈദഗ്ധ്യം കുറവാണ്. എന്നാൽ വാസ്തവം അങ്ങനെയല്ല. കാരണം ചൈനീസ് അക്കുപങ്ചറിൽ തന്നെ സിംഗിൾ നീഡിലിന്റെ ഉപയോഗം ആയിരക്കണക്കിനായി പറയപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഈ സിംഗിൾ നീഡിൽ ചികിത്സ എന്ന് പറഞ്ഞാൽ അത് ഇവർ ഉദ്ദേശിക്കുന്ന ഈ തമിഴ്നാടൻ തരികിട ചികിത്സ മാത്രമല്ല. യഥാർത്ഥ അക്കുപങ്ചറിലും സിംഗിൾ നീഡിലിന്റെ ആയിരക്കണക്കിന് ആയ ഉപയോഗങ്ങൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അക്കുപങ്ചർ, ചൈനീസ് അക്കുപങ്ചർ തന്നെ ഇങ്ങനെ സിംഗിൾ നീഡിൽ ഇരിക്കെ, മറ്റേത് സിംഗിൾ നീഡിൽ, ഇത് മൾട്ടി നീഡിൽ എന്നൊരു കാഴ്ചപ്പാട് പൊതുവെ ആളുകളിൽ കുത്തിവെച്ചിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ചൈനീസ് അക്കുപങ്ചറിൽ 1 സൂചി കുത്തുക, 2 സൂചി കുത്തുക, 3 സൂചി കുത്തുക, 4 സൂചി കുത്തുക, അങ്ങനെയൊക്കെ വരുന്നത് അതിന്റെ പ്രത്യേക പ്രോട്ടോകോളുകൾ അനുവർത്തിച്ചിട്ട് ആണ്. അപ്പൊ ചില രോഗത്തിന്റെ സമീപനം, അപ്പൊ അത് ചൈനീസ് അക്കുപങ്ചർ അതിന് ക്ലാസിഫൈ ചെയ്തതിന് ശേഷം ഇന്നതാണെന്ന് വകതിരിക്കുന്നു. ആ വകതിരിച്ചതിന് ശേഷം ഇന്ന അവസ്ഥ, അപ്പൊ അതിന് ഇന്ന സ്ഥലത്ത് സൂചി, ഇന്നതിന് ഇന്ന സ്ഥലത്ത്, അപ്പൊ ഇങ്ങനെ ക്രമീകരിച്ചിട്ട് ഒരു സിസ്റ്റം പ്രകാരം ആവശ്യപ്പെടുമ്പോൾ ആ ആവശ്യപ്പെടുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ കൂടുതൽ സൂചി കുത്തേണ്ടി വരുന്നത്. ഇപ്പം ഒരു ഡ്രാഗനെ വളയുക എന്നൊരു മെത്തേഡ് അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരുപാട് സൂചികൾ അവിടെ കുത്തിയേ പറ്റൂ. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യുക? ഒരു സൂചി മാത്രം കൊണ്ട്
അപ്പൊ അവിടെ ഒരുപാട് സൂചികൾ വേണം. അപ്പൊ ഇങ്ങനെയുള്ള ഓരോ മെത്തേഡുകളും ഓരോ ടെക്നിക്കുകളും ആവശ്യപ്പെടും. എത്ര സൂചികൾ ഇന്ന രീതിയിൽ ചെയ്യണം. അപ്പൊ അതിന് കണക്കായ സൂചികൾ വേണ്ടി വരും. എങ്കിൽ പോലും ആകെ മൊത്തത്തിൽ വളരെ സൂചി എണ്ണം കൂടാതിരിക്കാൻ വേണ്ടി പൊതുവെ ശ്രമിക്കാറും ഉണ്ട്. അപ്പോൾ അതല്ലാതെ ഒരു സൂചി കുത്തുന്നവൻ വിദഗ്ധനും ഒന്നിലധികം സൂചി കുത്തുന്നവൻ അവിദഗ്ധനും എന്നൊരു പൊട്ട കാഴ്ചപ്പാടൊന്നും ഇല്ല. അത് ഒരു മെത്തേഡാണ്, ഒരു ടെക്നോളജിയുടെ അടിസ്ഥാനത്തിൽ ഒരു സിസ്റ്റം ആവശ്യപ്പെടുന്നു. നിങ്ങൾ ഇന്നത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ അത് കണക്കായിട്ടാണ് അത് ചെയ്തു വരുന്നത്. അപ്പൊ അങ്ങനെ ആരെങ്കിലും പറയുമ്പോൾ ചൈനീസ് അക്കുപഞ്ചറിനെ കുറിച്ചുള്ള യാതൊരു വകബോധവും ഇല്ലാത്ത ആളുകൾക്ക് മാത്രമേ അങ്ങനെ പറയാൻ പറ്റൂ. അപ്പൊ അതുകൊണ്ട് അക്കുപഞ്ചർ വ്യാജനും ഉണ്ട്, ഒറിജിനലും ഉണ്ട്. അത് രണ്ട് ചികിത്സാ രീതികളിൽ നിയമപരമായി ക്വാളിഫൈഡായ ആളുകൾ അവരുടെ നിയമം നൽകുന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും രണ്ട് ചികിത്സകളെ അവരുടെ പ്രാക്ടീസിൽ ഉൾപ്പെടുത്തിയാൽ അത് വ്യാജ ചികിത്സ, നിയമത്തിന്റെ കണ്ണിൽ വ്യാജ ചികിത്സ അല്ല. കാരണം അയാൾക്ക് രണ്ടും ചെയ്യാനുള്ള അധികാരം ഉണ്ട്. അതെങ്ങനെയാണ് വ്യാജ ചികിത്സയാവുന്നത്? വ്യാജം എന്ന് പറയുന്നത് ഒന്നാണെന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊന്നിനെ കൊടുക്കുമ്പോൾ ആണ് ഡ്യൂപ്ലിക്കേറ്റ്. കുട്ടിക്കൂറ പൗഡർ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അതിന്റെ ബോക്സിൽ പൂളപ്പൊടി നിറച്ചു കൊടുത്താൽ അത് വ്യാജം ആണ്. അക്കുപഞ്ചർ എന്ന പേര് ഉപയോഗിച്ചുകൊണ്ട് ലോകത്ത് പ്രചരിക്കുന്ന ചികിത്സാ രീതി എന്ന് പറയുന്നത് ചൈനക്കാരുടെ ചികിത്സാ രീതിയാണ്. അത് 3000-ഓ 5000-ഓ അതിലധികമോ വർഷം പഴക്കം അവകാശപ്പെടുന്നതാണ്. അപ്പൊ അതിൻ്റെതായ രീതികൾ ഉണ്ട്. അപ്പൊ അതിരിക്കെ ആ കാര്യം മറച്ചു വെച്ചുകൊണ്ട് ഒരു 1986 മാത്രം ഉണ്ടാക്കിയ ഒരു തമിഴ്നാട് തരികിടോപ്പതിയെ അക്കുപഞ്ചർ എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ പ്രചരിപ്പിക്കുകയും അതിന്റെ കൂടെ മുദ്രയും ഒക്കെ കൊടുത്ത് ആളുകളെ പറ്റിക്കുകയും ഇതിന്റെയൊക്കെ ക്ലാസ് നടത്തി സർട്ടിഫിക്കറ്റും ഒക്കെ കൊടുക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് വ്യാജം. താങ്ക് യു.